മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം. ഇന്ന് നാരായണീയം 34-ാമത്തെ ദശകത്തിൽ 8-ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയാം. അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി. ശ്ലോകം: പ്രാപ്തായാശൂർപ്പണഖ്യാ മദനചലധൃതേരർത്ഥനൈർനിസ്സഹാത്മാ താം സൗമിത്രൗ വിസൃജ്യ പ്രതലതമരുഷാ തേന നിർലൂനനാസാം ദൃഷ്ട്വൈനം രുഷ്ടചിത്തം ഖരം അഭിപതിതം ദൂഷണം ച ത്രിമൂർധം വ്യാഹിംസീരാശരാനപ്യയുതസമധികം സ്പർശനാദക്ഷരോഷ്മാ. കഴിഞ്ഞ ശ്ലോകത്തിൽ വനവാസ സമയത്ത് അഗസ്ത്യ മഹർഷിയെ കണ്ടതും അദ്ദേഹത്തിൽ നിന്ന് വൈഷ്ണവജാപവും ബ്രഹ്മാസ്ത്രവും കിട്ടി പഞ്ചവടിയിൽ വന്ന് താമസമാക്കിയതും ആണ് പറഞ്ഞത്. പഞ്ചവടിയിൽ വന്ന് സീതയോടുകൂടി സുഖമായി, സീതയോടും ലക്ഷ്മണനോടും കൂടി സുഖമായി വസിച്ചു എന്നാണ് പറഞ്ഞത്. ഇനി പഞ്ചവടിയിൽ വെച്ച് സീതാപഹരണത്തിൻ്റെ പ്രാരംഭമായിട്ട് ശൂർപ്പണഖ വന്ന് കാമാഭ്യർത്ഥന നടത്തുന്നതും ശൂർപ്പണഖയുടെ നാസികാഛേദവുമാണ് ഈ ശ്ലോകത്തിൽ പറയണത്. പ്രാപ്തായ ശൂർപ്പണഖ്യാഹ ശൂർപ്പണഖ്യാഹ എന്ന പദമുറിയവിടെ മദനചലധൃതേ അർത്ഥനൈഹി ശൂർപ്പണഖ്യാഹ എന്നാണ് പാഠം. ശൂർപ്പണഖ എന്ന് മലയാളത്തിൽ പറയുന്നുണ്ടെങ്കിലും ഇവിടെ ശൂർപ്പണഖ്യാഹ എന്നാണ് ഇവിടുത്തെ പേര് ആയിട്ട് വരുമ്പോൾ ശൂർപ്പണഖ എന്ന് പറയുന്നുണ്ടെങ്കിലും ശൂർപ്പണഖ എന്നാണ്. ശൂർപ്പണഖി എന്നുള്ളത് ഇതിൻ്റെ സപ്തമി ഷഷ്ഠി ആകുമ്പോൾ ശൂർപ്പണഖ്യ നകാരാണ്, നകാരല്ല വേണ്ടതെന്ന് വ്യാഖ്യാതാക്കൾ പറയുന്നുണ്ട്. വ്യാകരണ പണ്ഡിതന്മാർ ശൂർപ്പണഖ്യ എന്നുള്ള പാഠമാണ് ശരി എന്ന് പറയുന്നുണ്ട്. അതായത് അവിടെ പേരായിട്ടല്ല ഉദ്ദേശിച്ചിരിക്കുന്നത്, ശൂർപ്പം പോലെയുള്ള നഖത്തോടു കൂടിയവൾ എന്നുള്ള അർത്ഥമാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആ ശൂർപ്പണഖ്യാഹ എന്നുള്ള പാഠമാണ് ശരി എന്ന് ഒരു അഭിപ്രായം പറയുന്നുണ്ട്. ശൂർപ്പം വെച്ചാൽ നിറം പോലെയുള്ള പരന്ന വലിയ നഖങ്ങളുള്ള സ്ത്രീ എന്നർത്ഥം, ആ അർത്ഥം എടുക്കണം എന്നാണ് പറയുന്നത്. എന്തായാലും നമുക്ക് മലയാളത്തിൽ ശീലിച്ചു പോന്നതായിട്ടുള്ള ശൂർപ്പണഖ എന്നുള്ള പേരായിട്ട് തന്നെ ഇവിടെ സ്വീകരിക്കാം. അർത്ഥം എന്താണ് എന്ന് മനസ്സിലാക്കിയാലും വ്യാകരണപ്രകാരം ഒന്നുകിൽ ശൂർപ്പണഖി എന്ന് വേണം. അത് അങ്ങനെയാണ്, ശൂർപ്പണഖി എന്നാവുമ്പോൾ പേരല്ല. അതല്ലെങ്കിൽ ശൂർപ്പനഖ എന്നായിട്ട് വേണം. ഒന്നുകിൽ ശൂർപ്പനഖി എന്ന്, അല്ലെങ്കിൽ ശൂർപ്പണഖ എന്ന് വേണം എന്നാണ്. അപ്പോൾ രണ്ടായാലും ഈ ശൂർപ്പണഖ്യ എന്നുള്ള പദം പ്രയോഗം ശരിയാവില്ല. അപ്പോൾ അതുകൊണ്ട് ശൂർപ്പണഖ്യാഹ എന്നുള്ള പ്രയോഗമാണ് സുഖം എന്ന വ്യാഖ്യാനത്തിൽ പറയുന്നുണ്ട്. ഇനി പ്രാപ്തായാഹ ശൂർപ്പനഖ്യാഹ, ശൂർപ്പം പോലെയുള്ള മുഖം പോലെയുള്ള നഖങ്ങളോടുകൂടിയ ആ രാക്ഷസിയുടെ പ്രാപ്തായാഹ അവൾ സമീപത്തെത്തി, ശ്രീരാമൻ്റെ സമീപത്തെത്തി. അങ്ങനെ സമീപത്തെത്തിയതായ ശൂർപ്പനഖി എന്ന രാക്ഷസിയുടെ മദനചലധൃതേഹ എങ്ങനെയുള്ളവളായിരുന്നു? രാക്ഷസിയെ വിശേഷിപ്പിക്കുകയാണ് മദനചലധൃതേഹ. മദനം കാമവികാരം കൊണ്ട്, കാമം കൊണ്ട് മദന ചലധൃതേഹ ചലമായ ഉറയ്ക്കാത്തതായ ധൃതി ധൈര്യമില്ലാതായി തീർന്ന, മനസ്സിനെ അടക്കാനുള്ള, കാമവികാരങ്ങളെ അടക്കാനുള്ള ധൈര്യം ഇല്ലാതായി തീർന്ന ശൂർപ്പണഖ. മദന ചല ധൃതേഹ മദനം കൊണ്ട്, കാമവികാരം കൊണ്ട് ചലമായ ഉറച്ചതായ ഇളകി മറിഞ്ഞിരുന്ന ഉറപ്പില്ലാത്തതായ ധൃതിയോടുകൂടിയ ധൈര്യത്തോടുകൂടിയ ശൂർപ്പണഖ എന്ന സ്ത്രീയുടെ, രാക്ഷസിയുടെ അർത്ഥനൈഹി അർത്ഥനങ്ങളെ കൊണ്ട്, അതായത് അപേക്ഷകളെ കൊണ്ട് വീണ്ടും വീണ്ടും അപേക്ഷിച്ചു നിരസിച്ചതിന് ശേഷവും വീണ്ടും വീണ്ടും അപേക്ഷിക്കുകയാണ്. അതിന് കാമവികാരി കൊണ്ട് അതിനധീനപ്പെട്ട ശൂർപ്പണഖ തൻ്റെ ഭർത്താവായി തീരാനായിട്ട്
വീണ്ടും വീണ്ടും അപേക്ഷിച്ചു. അതുകൊണ്ടാണ് ബഹുവചനം പറയണത് അവിടെ. അർത്ഥനൈഹി, അർത്ഥനകളെ കൊണ്ട് നിസ്സഹാത്മാ, സഹിക്കാൻ വയ്യാത്തതായി തീർന്നു. അതായത് വീണ്ടും വീണ്ടും ഇങ്ങനെ കാമവികാരം കൊണ്ട് അവൾ ഭർത്താവായി തീരണമെന്ന് അപേക്ഷിക്കുമ്പോൾ കുറേ കഴിയുമ്പോൾ സഹിക്കാൻ വയ്യാതായി തീർന്ന്, നിസ്സഹാത്മാ, സഹിക്കവയ്യാതായി തീർന്ന്, സഹിക്കവയ്യാത്ത, അതിനെ ക്ഷമിച്ചിരിക്കാൻ സാധിക്കാത്തതായ ആത്മാവോടുകൂടിയ ശ്രീരാമൻ നിസ്സഹാത്മാ താം സൗമിത്രവും വിസൃജ്യ, താം അവളെ, ആ രാക്ഷസിയെ, സൗമിത്രവും വിസൃജ്യ, സൗമിത്രിയിൽ സുമിത്രാപുത്രനായ ലക്ഷ്മണന്റെ സമീപത്തേക്ക് വിസൃജ്യ വിട്ടുകൊടുത്തു. ലക്ഷ്മണനോട് അടുത്തേക്ക് ചെന്നോളാനായിട്ട് പറഞ്ഞിട്ട് ലക്ഷ്മണന്റെ അടുത്തേക്ക് പറഞ്ഞു. സൗമിത്രവും വിസൃജ്യ, സൗമിത്രിയിൽ വിസർജനം ചെയ്തിട്ട് പറഞ്ഞയച്ചിട്ട്, സൗമിത്രിയിൽ ഉപേക്ഷിച്ചിട്ട്, സൗമിത്രിയുടെ അടുത്തേക്ക് വിട്ടിട്ട്, താം സൗമിത്രവും വിസൃജ്യ പ്രബലതമരുഷാ തേന നിർലൂനനാസം. പ്രബലതമരുഷ, അത്യധികം പ്രബലമായ, ശക്തമായ, പ്രബലതമം, അത്യന്തം ശക്തമായ. പ്രബലം എന്ന് വെച്ചാൽ തന്നെ ശക്തമായ, നല്ലപോലെ ശക്തമായ എന്നുണ്ട്. പ്രബലതമം എന്ന് പറയുമ്പോൾ ഏറ്റവും ശക്തമായി തീർന്ന, പ്രബലമായ, ഏറ്റവും അധികം പ്രബലമായ കോപം. ആ കോപത്തോടു കൂടിയ സൗമിത്രിയാൽ വീണ്ടും വീണ്ടും അപേക്ഷിച്ചതുകൊണ്ട് സൗമിത്രിക്കും കോപം വന്നു. പ്രബലതമരുഷ, അത്യധികം കുപിതനായ, ഏറ്റവും അധികം ശക്തമായ കോപത്തോടു കൂടിയ തേന, സൗമിത്രിയാൽ, നിർലൂനനാസാം, നിർലൂനമായ, ഛേദിക്കപ്പെട്ട നാസികയോടുകൂടിയ അവളെ, താം സൗമിത്രവും വിസൃജ്യ പ്രബലതമരുഷാ തേന നിർലൂനനാസാം, അപ്രകാരം സൗമിത്രിയാൽ നിർലൂനമായ, ഛേദിക്കപ്പെട്ട നാസകളോടുകൂടിയ അവളെ, ദൃഷ്ട്വ ഏനാം, അപ്രകാരമുള്ള അവളെ ദൃഷ്ട്വ കണ്ടിട്ട്, ഏനാം ഇവളെ കണ്ടിട്ട്, ദൃഷ്ട്വ കണ്ടിട്ട്, പ്രബലതമരുഷാമത്തേന നിർലൂനനാസാം ഏനാം ദൃഷ്ട്വ, നാസിക ഛേദിക്കപ്പെട്ടതായ അവളെ കണ്ടിട്ട്, രുഷ്ടചിത്തം, കോപിച്ചതായ ചിത്തത്തോടുകൂടിയ, കോപത്തോടുകൂടിയ, കോപാകുലനായി തീർന്ന രുഷ്ടചിത്തം, ഖരം അഭിപതിതം യുദ്ധത്തിനായി വന്നതായ ഖരനെയും, രുഷ്ടചിത്തനായി കോപത്തോടുകൂടി അഭിവദിതം നേരിടാൻ വന്നതായ ഖരനെയും, ഖരം അഭിവദിതം ദൂഷണം ച ത്രിമൂർധം, ദൂഷണനെയും, ത്രിമൂർധൻ എന്നുള്ളതായ അസുരനെയും, ഖരൻ, ദൂഷണൻ, ത്രിമൂർധൻ എന്നീ 3 അസുരന്മാരെയും, ഖരം, ദൂഷണം ച ത്രിമൂർധം വേറെ വേറെ പറഞ്ഞു, ഖരൻ, ദൂഷണൻ, ത്രിമൂർധൻ എന്നതായ 3 അസുരന്മാരെയും, ഏനാം ദുഷ്ടചിത്തം ഖരം അഭിവദിതം നേരിട്ട് വന്നതായ ഖരനെയും, ദൂഷണനെയും, ത്രിമൂർധാവിനെയും, ത്രിമൂർധം വ്യാഹിംസീഹി, അവരെയൊക്കെ വ്യാഹിംസീഹി വധിച്ചു. അവരെ 3 പേരെയും വധിച്ചു. ഇവരെ 3 പേരെയും മാത്രമല്ല, വ്യാഹിംസീഹി, അവിടെ പദം മുറിക്കുമ്പോൾ വ്യാഹിംസീഹി എന്ന് വരും. ആശരാനവി അയുധ സമധികാൻ, ആശരാൻ അഭി അയുധ സമധികാൻ, ആശരാൻ അഭി, ആശരന്മാരെയും രാക്ഷസന്മാരെയും, ഖരദൂഷണ ത്രിമൂർധ 3 പേരെ മാത്രമല്ല വേറെയും അസുരന്മാരെയും, ആശരാൻ അഭി അയുധ സമധികാൻ, 10,000-ത്തിലധികം, അയുധം എന്ന് വെച്ചാൽ 10,000-ത്തിലധികം രാക്ഷസന്മാരെയും, അയുധ സമധികാൻ രാക്ഷസാൻ, അയുധത്തിനേക്കാൾ അധികമായിട്ടുള്ള രാക്ഷസന്മാരെ, 14,000 ഭടന്മാരെന്നാണ് പറയണത്. അങ്ങനെ അയുധത്തിനേക്കാൾ 10,000-ത്തിനേക്കാൾ അധികമായിട്ടുള്ള ആശരന്മാരെയും രാക്ഷസന്മാരെയും, അയുധ സമധികാൻ, ആശരാനവി അയുധ സമധികാൻ, തക്ഷണാത് അക്ഷതോഷ്മ, തക്ഷണം തന്നെ, അതായത് അധിക സമയം 3.25 നാഴിക എന്നാണ് പറയണത് സുതേ കഥ പറയുമ്പോൾ. ആ തക്ഷണാത്, താമസിയാതെ കണ്ട ക്ഷണനേരം കൊണ്ട് ഇവരെയൊക്കെ വധിച്ചു. എന്താണ് അങ്ങനെ വധിക്കാൻ സാധിച്ചത്? അക്ഷതോഷ്മ, അക്ഷതമായ പരാക്രമത്തോടു കൂടിയ, ഊഷ്മ പരാക്രമം, തേജസ്, ശക്തി എന്നൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ അക്ഷതമായ, ക്ഷതമില്ലാത്തതായ, ഒട്ടും കുറവ് വരാത്തതായ ഊഷ്മാവോടുകൂടിയ, പരാക്രമത്തോടുകൂടിയ അങ്ങ് നാസാച്ഛേദം കഴിഞ്ഞ്
എത്തിയതായ സഹോദരിയെ കണ്ട്, ശൂർപ്പണഖയെ കണ്ട് രോഷാകുലനായി യുദ്ധത്തിന് നേരിട്ട് വന്നതായ ഖരൻ, ദൂഷണൻ, ത്രിമൂർധാവ് എന്ന 3 അസുരന്മാരെയും പിന്നെ അവരുടെ സഹായികളായ 10,000-ലധികം അസുരന്മാരെയും ആശരാൻ അഭി അയുധസമധികാൻ, അയുധത്തിനേക്കാൾ അധികമായിട്ടുള്ള ആശരന്മാരെയും രാക്ഷസന്മാരെയും എല്ലാം അങ്ങ് വ്യാഹിംസീഹി വധിച്ചു. എങ്ങനെ? തൽക്ഷണാത്, ക്ഷണനേരം കൊണ്ട് തന്നെ. അക്ഷതമായ ഊഷ്മാവോടുകൂടിയ പരാക്രമത്തിന് യാതൊരു കുറവും വരാത്തതായ അങ്ങ് ഇവരെ എല്ലാം ഹരൻ, ദൂഷണൻ, ത്രിമൂർധാവ് എന്ന 3 അസുരന്മാരെയും പിന്നെ ആശരാനബി അയുധസമധികാൻ 10,000-ലധികം അസുരന്മാരെയും ഒന്നിച്ച് ക്ഷണനേരം കൊണ്ട് തന്നെ അങ്ങ് വധിച്ചു എന്ന് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം. പ്രാപ്തായ ശൂർപ്പനഖ്യ, അവിടെ ശൂർപ്പനഖ്യ എന്നുള്ളത് ശൂർപ്പനഖി എന്നാണ് അവിടെ വേണ്ടത്. അതിൻ്റെ ഷഷ്ടിയാവുമ്പോൾ ശൂർപ്പനഖ്യ എന്നാവും. ശൂർപ്പണഖ എന്നുള്ള പദമല്ല അവിടെ പ്രയോഗിച്ചിരിക്കുന്നത് എന്നാണ് വ്യാകരണത്തിലേക്ക് വിദഗ്ധരായിട്ടുള്ള ആളുകളുടെയൊക്കെ അവിടെയൊക്കെ അതിന് സൂത്രമൊക്കെ വ്യാഖ്യാനങ്ങളിലൊക്കെ പറയുന്നുണ്ട്. ശൂർപ്പനഖി എന്നാണ് വേണ്ടത്. അതിൻ്റെ ഷഷ്ടിയാവുമ്പോൾ ശൂർപ്പനഖ്യ എന്നാവും എന്നാണ്. ഇനി മദനചലധൃതേഹെ, മദനം കൊണ്ട്, കാമവികാരം കൊണ്ട് ചലിക്കുന്ന ധൃതി, ധൈര്യത്തോടു കൂടിയ, കൺട്രോൾ ഇല്ലാണ്ടായി തീർന്നു അവർക്ക് കാമവികാരം സഹിക്കാൻ സാധിക്കാത്തതായ ആ ശൂർപ്പനഖിയുടെ അർത്ഥനകളെ കൊണ്ട്, അപേക്ഷകളെ കൊണ്ട് നിസ്സഹീകെട്ട ആത്മാവോടുകൂടിയ, സഹിക്കാൻ വയ്യാത്ത ആത്മാവോടുകൂടിയ, അതായത് സഹിക്ക വയ്യാതായിട്ടെടുക്കും താം അവളെ സൗമിത്രവും വിസൃജ്യ, സൗമിത്രിയുടെ അടുത്തേക്ക് വിട്ടിട്ട്, സൗമിത്രവും വിസൃജ്യ പ്രബലതമരുഷാ തേന, പ്രബലമായ അത്യധികം പ്രബലമായ കോപത്തോടുകൂടിയ ലക്ഷ്മണനാൽ നിർലൂനമായ നാസികയോടുകൂടിയ അവളെ താം ദൃഷ്ടുവ, അപ്രകാരമുള്ള ആ ശൂർപ്പനഖിയെ കണ്ടിട്ട്, ദൃഷ്ടുവ അവളെ കണ്ടിട്ട് ദുഷ്ടചിത്തം, ദുഷ്ടമായ കോപത്തോടുകൂടിയ മനസ്സ്, കോപിച്ച മനസ്സോടുകൂടിയ കോപിഷ്ഠനായി വന്ന ഖരൻ, ദൂഷണൻ, ത്രിമൂർധൻ എന്നീ അസുരന്മാരെയും ഖരം, ദൂഷണം ച ത്രിമൂർധം വ്യാഹിംസീഹി അങ്ങ് വധിച്ചു. അവരെ മാത്രമല്ല അയുധസമധികാൻ ആശരാൻ അഭി, അയുധസമധികാൻ 10,000-ലധികം 14,000 അസുരന്മാരെയും അതിൽ അധികമായിട്ടുള്ള ആശരന്മാരെയും രാക്ഷസന്മാരെയും ഒന്നിച്ച് വധിച്ചു ക്ഷണം കൊണ്ട്. തൽക്ഷണാത് അക്ഷതോഷ്മാഹ എന്ന് യാതൊരു പരാക്രമത്തിന് യാതൊരു കുറവും വരാത്തതായ അങ്ങ് ഇവരെയെല്ലാം ക്ഷണനേരം കൊണ്ട് വധിച്ചു എന്നാണ് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം. ശ്ലോകം ഒന്നും കൂടിയും ചെല്ലാം. പ്രാപ്തായ ശൂർപ്പനഖ്യാ മദനചലധൃതേരർത്ഥനൈർനിസ്സഹാത്മാ താം സൗമിത്രൗ വിസൃജ്യ പ്രബലതമരുഷാ തേന നിർലൂനമാസം ദൃഷ്ട്വൈനം ദുഷ്ടചിത്തം ഖരം അഭിപതിതം ദൂഷണം ച ത്രിമൂർധം വ്യാഹിംസീരാശരാനപ്യയുതസമധികം തൽക്ഷണാദക്ഷതോഷ്മാ. കൃഷ്ണാർപ്പണം. മലയാള പരിഭാഷ. വിട്ടാക്കി ലക്ഷ്മണങ്കൽ ദശമുഖ സഹജാം ശൂർപ്പണാം കാമതപ്താം കാതും പൊത്തിയിട്ടയച്ചു കുപിതനനുജനും മുക്കുചെത്തിയിട്ടരക്കീം കണ്ടു കോപത്തോടെത്തി ഖരൻ അവനു സകർ ദൂഷണാദി ത്രിമൂർധർ കൊന്നെല്ലാരെയും രണത്തിൽ അയുതമധികമാം രാക്ഷസ കൂട്ടമോടെ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.